നമസ്കാരം. മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണ പ്രതിസന്ധി രൂക്ഷമാകുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആരോഗ്യ സ്ഥാപനമായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയകൾക്കായി ആവശ്യമായ പ്രധാന ഉപകരണങ്ങൾ ലഭ്യമാകാത്ത അവസ്ഥ ഗുരുതര പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന മുന്നറിയിപ്പിലാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ. കാർഡിയോളജി വിഭാഗം മേധാവി ആശുപത്രി സൂപ്രണ്ടിന് നൽകിയ കത്തിലാണ് പ്രശ്നത്തിന്റെ ഗൗരവം വ്യക്തമാക്കിയിരിക്കുന്നത്. ഹൃദയ ശസ്ത്രക്രിയകൾക്ക് തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്നും അടിയന്തര ഇടപെടൽ അനിവാര്യമാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. നിലവിൽ സ്റ്റെന്റുകളുടെ സ്റ്റോക്ക് ആശുപത്രിയിൽ ഉള്ളതിനാൽ ശസ്ത്രക്രിയകൾ തുടരുന്നുവെങ്കിലും അനുബന്ധ ഉപകരണങ്ങളുടെ ക്ഷാമം കാരണം ശസ്ത്രക്രിയകൾ മുടങ്ങേണ്ട സാഹചര്യം വരാമെന്ന ആശങ്ക ശക്തമാണ്. സംസ്ഥാനത്തെ 21 സർക്കാർ ആശുപത്രികളിൽ നിന്നായി 158 കോടി രൂപ കുടിശ്ശികയായതിനെ തുടർന്നാണ് വിതരണക്കാർ 1-ാം തീയതി മുതൽ ഉപകരണ വിതരണത്തിൽ നിന്നും പിന്മാറിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് ഒറ്റയ്ക്ക് നൽകാനുണ്ടായിരിക്കുന്നത് 29 കോടി 56 ലക്ഷം രൂപയാണ്. ഇതുമൂലം ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് തിരിച്ചടിയാവുകയാണ്. പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാൻ വിതരണ കമ്പനികളുമായി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. ഹൃദയ ശസ്ത്രക്രിയകൾ തടസ്സപ്പെടാതിരിക്കാനുള്ള സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ഇടപെടൽ ഇപ്പോൾ അനിവാര്യമാണെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. മാത്രമല്ല, അത്യാസന്ന നിലയിൽ രാത്രി ചികിത്സ തേടിയെത്തുന്ന രോഗികളെ സ്വകാര്യ ആശുപത്രികളിലേക്ക് മടക്കി അയക്കേണ്ട സ്ഥിതിയാണ് നിലവിൽ. ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗവും കാർഡിയോ തറോസിക് സർജറി വിഭാഗവും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും രാത്രി സേവനം നൽകാൻ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതാണ് പ്രതിസന്ധി. ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ രാത്രി എത്തിയാൽ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷമാകും അടിയന്തര ചികിത്സ നൽകേണ്ടി വരിക. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി സർജറി തുടങ്ങിയവ അതിസങ്കീർണമായ ചികിത്സ ആവശ്യമായി വരുന്ന രോഗികളെയാണ് പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ അഭാവം മൂലം മറ്റേതെങ്കിലും ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുന്നത്. രോഗിയുടെ ജീവൻ തിരിച്ചു പിടിക്കുന്നതിനുള്ള വിലപ്പെട്ട മണിക്കൂറുകളാണ് ഇത്തരം സാഹചര്യത്തിൽ നഷ്ടമാകുന്നത്. ഹൃദ്രോഗികൾ നേരിടുന്ന ഈ അരക്ഷിതാവസ്ഥ പരിഹരിക്കുവാൻ കാർഡിയോളജി വിഭാഗത്തിൽ കൂടുതൽ ഡോക്ടർമാരെയും അനുബന്ധ ജീവനക്കാരെയും നിയമിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അതേസമയം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിലും ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ഗുരുതര ക്ഷാമം നേരിട്ടിരുന്നത് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യ വകുപ്പ്. ഡോക്ടർ ഹാരിസ് നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്ന് വിഭാഗത്തിലെ പ്രശ്നം വലിയ ചർച്ചയായി. 2 കോടി രൂപ ചെലവിൽ മൂത്രാശയ കല്ല് പൊടിക്കുന്നതിന് ആവശ്യമായ ഉപകരണം വാങ്ങാൻ സർക്കാർ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനുമതി നൽകിയതെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. ASWL ഉപകരണത്തിന്റെ കാലാവധി കഴിഞ്ഞ 2 വർഷമായി പുതിയ ഉപകരണം ലഭിക്കാതെ പ്രവർത്തനവുമായി താളം തെറ്റിയിരിക്കുകയാണ്. ഡോക്ടർ ഹാരിസ് പൊതുവേദിയിൽ വെളിപ്പെടുത്തിയതിന് പിന്നാലെ ചില അടിയന്തര ഉപകരണങ്ങൾ എത്തിച്ചതായും അധികൃതർ അറിയിച്ചു. എന്നാൽ പ്രധാന ഉപകരണങ്ങൾ ലഭിക്കാനായി സർക്കാർ നടപടികൾ പൂർത്തിയാക്കുന്നതിന് 2 വർഷം കഴിഞ്ഞു. സമഗ്രമായ ഇടപെടലുകളില്ലാതെ മെഡിക്കൽ കോളേജിലെ പ്രധാന ശസ്ത്രക്രിയകൾ തന്നെ തടസ്സപ്പെടാൻ സാധ്യതയുള്ളതിനാൽ സംസ്ഥാന ആരോഗ്യ സംവിധാനത്തെയാകെ ബാധിക്കുന്ന പ്രതിസന്ധിയാണിതെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു.